ഇങ്ങോട്ട് വരിക. ഇപ്പോഴാണോടോ വരുന്നത്? ഇന്നലെ വണ്ടി പഞ്ചറായിട്ട് വഴി കിടന്നു. പിന്നെ ഇന്ന് രാവിലെ പഞ്ചർ ഒട്ടിച്ചിട്ടാ പോന്നത്. നേരാണോടോ ഇത്? ആറ്റിങ്ങിൽ 1 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം അല്ലടോ? എത്താ വെച്ചോ? പക്ഷേ എത്തിയില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇവിടെ അറിയിക്കാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം പിടിച്ചിരുന്നോ? അയ്യോ, സത്യമായിട്ടും ഇല്ലച്ചോ. അച്ഛനറിയാതെ ഞങ്ങൾ പുറം പരിപാടി ഒന്നും പിടിക്കാറില്ല. അച്ഛന് ഞങ്ങളെ വിശ്വാസമില്ലെന്ന് അറിയുന്നതിൽ വിഷമമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ട്രൂപ്പിൽ നിർത്താൻ ചെയ്തേക്കാം. മോനെ, ഈ ട്രൂപ്പില് നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസക്കുറവുള്ളൂ. പിന്നെയും ഇവനെ മാത്രമേ എനിക്ക് അല്പമെങ്കിലും സംശയമുള്ളൂ. ഉള്ളത് തുറന്നു പറയാലോ, നിങ്ങൾ 2 കുരങ്ങന്മാരും വളരെ നല്ലവരല്ല. പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം തരാത്തത് ഇവനാണ്. കാശ് 3000-ന് 300 രൂപ കുറവുണ്ടച്ചോ. 300 രൂപ ഓടിപ്പോയാ? കളി തറക്കളിയാന്നും പറഞ്ഞ് 300 രൂപ കുറച്ചാ അവര് തന്നത്. അതെനിക്ക് വിശ്വസിക്കാമോടോ? വിശ്വസിക്കാച്ചോ. തന്നോട് ചോദിച്ചില്ല. പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ ഒരു കളിയുണ്ട്. ഫാദർ ബെനഡിക്റ്റ് വിളിച്ചു പറഞ്ഞതാ. പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല. അച്ചോ, വണ്ടിക്കൊരു സ്റ്റെപ്പിന് വേണമായിരുന്നു. അതേടാ മോനെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിന് വേണമെന്ന് എന്റെ മനസ്സ് പറയണു. ഇതിന്റെ ഉളുക്കൊക്കെ ഞാൻ ശരിയാക്കി തരാം. അയ്യോ, സിനിമ കാണാൻ പോവാനോ? ഞാനില്ല. അച്ഛനറിഞ്ഞ പിന്നെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല. കുറച്ച് ഗട്സ് വേണം. എന്നെ കണ്ടുപഠിക്ക്. ഒരു അച്ഛൻ ചേട്ടൻ ഇതൊക്കെ പറയാം. എനിക്ക് എന്റെ സ്വന്തം അച്ഛന്റെ കാര്യം കൂടി നോക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ ഇങ്ങനെ പേടിച്ച അയ്യോ അച്ഛനോ? അച്ഛനെ പോന്നു. ഞാനിങ്ങനെ നമ്മുടെ പുതിയ പരിപാടിയുടെ റിഹേഴ്സല് ഫീമെയിൽ വോയിസും മെയിൽ വോയിസും കൂടെ ഇങ്ങനെ മാറ്റി ഒരു ചേഞ്ചിന് ആണുങ്ങളുടെ ശബ്ദത്തില് അതിങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇന്നത്തെ റിഹേഴ്സൽ വെച്ച് നോക്കുമ്പോ പ്രോഗ്രാം ഗംഭീര വിജയം ആവണം. പിന്നെ അച്ചോ, 17-ാം തീയതി കാസർഗോഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് 18-ാം തീയതി വെള്ളായണിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ. ലത ഇങ്ങോട്ട് വരൂ. ഹലോ ലത, എപ്പോ ഒന്ന്? ഞാൻ കട്ടില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞ മറ്റുള്ള കുരുത്തം കെട്ട പിള്ളേരോട് പറയോ? ഇല്ലച്ചോ. നിങ്ങളെ 2 പേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ? അത് വേണോ? അയ്യോ വേണ്ടച്ചോ. ലതയാണെന്ന് തെറ്റിദ്ധരിച്ചാ എങ്ങനെ ഉണ്ടാവും അറിയാൻ നോക്കിയതാ. കർത്താവേ, അപ്പൊ ഇവിടെ ഇക്കളിയും തുടങ്ങിയ? നീ വന്ന് കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങിയോ? നിനക്കിന്ന് കടയിൽ പോണ്ടേ? ഉച്ച കഴിഞ്ഞിട്ട് പോവാം. വീട്ടിൽ പോയി കിടന്നുറങ്ങിട്ട് വരാൻ നേരമൊന്നും. ഞാനൊന്ന് കിടക്കട്ടെ. അത് വേണ്ടട്ടാ, എനിക്കൊന്ന് കിടക്കണം. നാളെയും പ്രോഗ്രാം ഉള്ളതാ. കോളേജിൽ പോയിട്ട് ദിവസം എത്രയെന്ന് അറിയാവോ? മതി. നിനക്കെന്ത് നോക്കാനുള്ള? 1 കൊല്ലം കൂടെ കഴിഞ്ഞ് വക്കീലിന്റെ കോട്ടുവിട്ട് കോടതിയിൽ പോയി 2 വാചകം അടിച്ച നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. നമ്മുടെ കാര്യം അതാണ്. അതെ അതെ, വല്ലതും പഠിച്ചിട്ട് വേണ്ടേ പാസ്സാകാൻ. ഇതെവിടുന്നാടാ? ഇത് ഇന്നലെ പ്രോഗ്രാം നടന്ന സ്റ്റേജിലിരുന്നതാ. ഇവനെ കൊണ്ട് എന്തെങ്കിലും ചൂണ്ടിയില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ല അല്ലേ? എന്നാണോ നാറാൻ പോകുന്നത് ആർക്കറിയാം. ഉണ്ണിങ്ങോട്ട് വന്നിട്ട് ഉറപ്പാടാ. പാവം, അവൻ കിട്ടിയ കാശ് വീട്ടിലെത്തിക്കാൻ പോയതാ. വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മല്ലികയുടെ കാര്യത്തിന് ആ നാരായണൻ ഇന്നും വന്നിരുന്നു. അവരൊരു 15 പവൻ ചോദിക്കുന്നെന്നാ പറഞ്ഞത്. നിനക്കിന്ന് സ്കൂളിൽ പോണ്ടേ? ഇന്ന് സമരാണ്. രമണി, കുറച്ച് വെള്ളം. എല്ലാം കൂടി തപ്പിപ്പെറുക്കിയ ഒരു 5-8 പവൻ ഇവിടെ കാണും. ഒരു കമ്പനി പണിക്കാരനാവുമ്പോ ഇത് വളരെ കുറവാ. വേലികെട്ടുകാരന് കൊടുക്കണം 10-25 പവൻ. അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ. നിനക്ക് നിന്റെ തറക്കണ്ടോ അച്ഛനോട് കുറച്ച് രൂപ ചോദിച്ചൂടെ? അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ കൂടിപ്പോയ 1000 രൂപ കിട്ടും. അതുകൊണ്ട് എന്താവാനാ?
ആ വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. ശരിക്കും കെട്ടണേ നേരാണ്, അല്ലെങ്കിൽ വഴിയിൽ നിന്ന് പിറക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ശരിയണ്ണ. സൗമാരെ മൂന്നിനെയും കണ്ടില്ലല്ലോ, പോണ്ടേ? ആ അത് പറയാൻ വിട്ടുപോയി. ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കൊള്ളാന്നാ പറഞ്ഞത്. ഇട ഇവന് ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു അങ്കിളിന്റെ വീട്ടിൽ പോക്ക്. അങ്ങോട്ട് പോകുമ്പോഴും ആലുവ, ഇങ്ങോട്ട് വരുമ്പോഴും ആലുവ. അന്ന് മുങ്ങിയ പോലെ ആവുമോ അവനൊന്നും? നിന്റെ കരുനാക്കുണ്ട്. എവിടെയായിരുന്നു? ഇനി ട്രൂപ്പിലേക്ക് വേറെ ആളെ നോക്കിയോ, ഇവന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്, മലയാള സിനിമയുടെ കഷ്ടകാലം ആരംഭിച്ചളിയാ. കണ്ട ആപ്പ പടമൊന്നുമല്ല, അവാർഡ് പടവാ. അവാർഡ് പടം ആയതുകൊണ്ട് നീ പിന്നെ വായ തുറക്കേണ്ടി വരില്ല, അത് ഭാഗ്യം. ഞാൻ ഇതുവരെ നിങ്ങളടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്കും ഒരു പടം കിട്ടി. ആരുടെ പടം? IV ശശിയുടെ. ശശി സാറിന് പടവും എങ്ങനെ ഒത്തടാ? ഞാനിന്ന് വെട്ടിയെടുത്തതാ. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പുള്ളി വിറ്റുകളും അടിക്കും. ഹലോ, ഇനി വന്നേ. അച്ഛനുണ്ടോ? ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അയ്യോ, ഞാൻ അറിയില്ലല്ലോ. എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ല, പത്രത്തിൽ കൊടുത്തിരുന്നു. നിങ്ങൾ എന്തിനാ കരയുന്നത്? ഫാദർ തറക്കണ്ട മരിച്ചു എന്ന് അറിഞ്ഞിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ കണ്ടതാ. ഫാദർ തറക്കണ്ടം മരിച്ചിട്ടില്ല, എന്റെ അച്ഛനാ മരിച്ചത്. അച്ഛനെ കാണേണ്ട കാര്യം എന്താ? നിങ്ങളുടെ മിമിസ് പരേഡ് ബുക്ക് ചെയ്യാമെന്നാ. ആ ബാഗിങ് തന്നെ. ചേട്ടാ ഒരു മിനിറ്റ്, എന്നാ പ്രോഗ്രാം? അടുത്ത 5-ാം തീയതി കടുത്തുരുത്തിയില്ല. അപ്പോഴേ ഇവിടത്തെ റേറ്റ് 3000 രൂപയാ. ഒരു 2000 രൂപ ഞങ്ങൾക്ക് തന്നാ മതി. കലാദർശനയുടെ പേരിലല്ലാതെ ഞങ്ങൾ തന്നെ വന്ന് പ്രോഗ്രാം നടത്തി തരാം. പ്രോഗ്രാം ഇത് തന്നെ. വേണ്ട വേണ്ട, ഞങ്ങൾ വികാരി അച്ഛന്റെ കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ അച്ഛനെ കണ്ട് ബുക്ക് ചെയ്തോളാം. 1000 രൂപ ലാഭം ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചപ്പോ യവന്മാരൊക്കെ വെറും കൊരങ്ങന്മാര് തന്നെ. അവന്മാരെ നോട്ട് ചെയ്ത് വെച്ചു. ഈ പ്രോഗ്രാം നമുക്ക് കോളമാക്കി കൊടുക്കാം. എന്നിട്ട് വേണം ഓഡിയൻസ് നമ്മളെ എടുത്തിട്ട് ഇരിക്കാൻ. എടാ, ആ പോണവന്മാരെക്കാളും കുരങ്ങനാണല്ലോടാ. 12,000 രൂപ വെറുതെ പോയി. ഇവന്മാരുടെ ഒരു ഉറക്കം കണ്ടില്ല. എന്നെ കൊണ്ട് പറ്റില്ല ഉറങ്ങാൻ. ജിമ്മി, ജിമ്മി, പിന്നെ നീ ഉറങ്ങാണോന്ന് അറിയാൻ വിളിച്ചതാ. ഉറങ്ങണോ? ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, ഉറങ്ങി. ഒരുമാതിരി മറ്റടുത്ത പരിപാടി കളിക്കരുത്. മനുഷ്യന് ഉറക്കത്തുമില്ല. അല്ല ഞാൻ ചായ കുടിച്ചാലൊന്നും അല്ല, വീണൊന്നല്ല. അങ്ങനെ ഇപ്പൊ എത്തണ്ട. ഇതിന്റെ 5 മോന്തിയതല്ലേ? അച്ഛന്റെ അടുത്ത് കണക്ക് ബോധിപ്പിക്കുമ്പോഴേ അച്ഛനെ മോന്തക്കിട്ട് മാന്തും. ഞങ്ങൾ ചായയല്ലേ കുടിച്ചുള്ളൂ, തന്നെ പോലെ ചാരായ മോന്തിയില്ലല്ലോ. വണ്ടി നിർത്തിയേ. ആ വണ്ടിന്ന് എന്തോ താഴെ വീണല്ലോ. ഇറങ്ങടോ, ബാങ്കർ വേഗം വിട്ടോ, ഓവർടേക്കിന് അവന്മാർക്ക് കൊടുക്കാം. അവന്മാർ അറിഞ്ഞിട്ടില്ല. പാവങ്ങളാ, അത് അറിഞ്ഞു കാണില്ല. വണ്ടി വിടോ, വേഗം വിട്. ഒന്ന് ചവിട്ടി വിടറോ. ദേ പിന്നെ വീണ്, ദേ പിന്നെ വീണ്. നിർത്തോ മനസ്സേ. ഈ സൈഡിൽ ഇവിടെ ഇവിടെ. തലക്ക് വട്ടാണ്. വേം വിട്ടോ. ഇവന്മാരൊക്കെ വെള്ളം അടിച്ചു വണ്ടി ഓടിക്കുന്നത്. വിട്ടോ വിട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ബോംബ് വല്ലതും ആണോ? തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ബാഗുണ്ട്, ഇതൊന്ന് പിടിച്ചേ. നിങ്ങളൊക്കെ ഉറങ്ങാൻ ആരെങ്കിലും ഒരാൾ ഒരു പാക്കറ്റ് പിടിക്ക. വേഗം വിട്ടോ. അവന്മാരാണ്ട് തെറി പറഞ്ഞിട്ട് വേണം ഇത് കൊടുക്കാൻ. എന്താ? എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത്? എന്ത് പറ്റി? എനിക്ക് പറ്റിയെന്നോ? എടോ, വണ്ടിയിൽ സാധനങ്ങൾ പോകുന്ന താൻ അറിയുന്നുണ്ടോ? ഞങ്ങൾ പുറകിലുള്ളതുകൊണ്ട് തനിക്ക് സാധനം കിട്ടി. ഞാൻ വെള്ളം അടിക്കുന്നേരി തലക്ക് കുറച്ചൊക്കെ വെളിവ് വേണം. ഞങ്ങൾ മര്യാദക്കാരായതുകൊണ്ട് ഇവിടെ തിരിച്ചുകൊണ്ടു തന്നു. എന്താ തന്റെ വണ്ടിയിൽ നിന്ന് തലറങ്ങി വീണ സാധനങ്ങൾ? അയ്യോ, ചതിച്ചോ? എടോ, ഇത് ഞങ്ങൾ അവിടെ ഓരോ ഏജന്റുമാർ കിട്ട പത്രക്കെട്ടുകളാണെന്ന്.
നിങ്ങളോട് ആരാ പറഞ്ഞു എടുത്തോണ്ടിരാൻ? തിരിച്ചുകൊണ്ടിരുന്നോ? അയ്യോ, ടൈമായി, ഞാൻ പോട്ടെ. ഗിറ്റാർ വെച്ച് താർക്കാണല്ലേ? ട്യൂട്ടർ പൊള്ളോടെ പോയി ഓഫീസിൽ പോയതാ, അതുകൊണ്ടല്ലേ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഈ കരാട്ടെ പഠിക്കാനെന്നും പറഞ്ഞ് നിങ്ങൾ ഈ വഴി കിടന്ന് ഓടുന്ന എന്തിനാ? ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നുമില്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ. സുനിതയെ പോലെ പെൺകുട്ടിക്ക് അത് ബോധക്കേടുണ്ടാക്കും. ഒന്ന് പോ മനോജ്. ഈ കരാട്ടയും ഗിറ്റാറും തമ്മിൽ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ട്? ഏതെങ്കിലും ഒന്ന് പോരെ? ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ? ആ, അത് നല്ലതാ. ഞാൻ എന്തെങ്കിലും ഇതുപോലെ തമാശകളൊക്കെ പറയും. അത് ഹ്യൂമർ സെൻസിൽ എടുക്കാതെ കൈയും കാലും ഒക്കെ എടുത്ത് കരാട്ടെ പ്രയോഗം നടത്തിയേക്കരുത്. രണ്ട് കഷ്ണമായി പോകും ഞാൻ. എന്താ ഗിറ്റാറിസ്റ്റിനും മിമിക്രിക്കും ഇവിടെ കാര്യം? എന്താ കാര്യം? എന്താ ഇവിടത്തെ ചിരിക്കാൻ? വെറുതെ ഒന്ന് ചിരിച്ചാണോ? ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം. പക്ഷേ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും, ഭ്രാന്ത്. അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട. കുട്ടി എന്തിനാ ഈ കുന്തവും പിടിച്ചിവിടെ നിൽക്കണേ? അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവെക്കേ, അതിനൊരു വിശ്രമം കിട്ടട്ടെ. എടോ, അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്റെ ഒരു ദൗർബല്യാണ്. പൊക്കോളൂ, രണ്ടുപേരും പൊക്കോളൂ. ഇയാൾ അവിടെ നിൽക്കൂ. അപ്പുറത്തൊരു കോണിയുണ്ടല്ലോ, അത് ശവം കൊണ്ടുപോകാനുള്ള ഒന്നും അല്ലല്ലോ, അതിനെ പൊക്കോളൂ. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ഇനി ഈ താണ്ടമ്മ എവിടെ പോയി കിടക്കണു? താണ്ടമ്മേ! എന്താച്ചോ? വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി ഞാൻ താണ്ടമ്മയെ ഏൽപ്പിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് അറിയാച്ചോ. നേർച്ചപ്പെട്ടിരി താക്കോല് അച്ഛനെ ഏൽപ്പിക്കാനായിരിക്കും. ഞാനിത് നേരത്തെ സ്വപ്നം കണ്ടിരുന്നച്ചോ. താണ്ടമ്മേ! എന്താച്ചോ? താണ്ടമ്മ സ്വപ്നം കാണാറുണ്ടല്ലേ? ഉണ്ടാച്ചോ. എന്നാ ഇനി അങ്ങനെ സ്വപ്നം കാണണ്ട. ഇവിടെ കുറെ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട്. അവർ ഈ സ്ഥാപനത്തിനെ പ്രേമിക്കാനുള്ള ഒരു ഇടത്താവളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം. പറഞ്ഞത് മനസ്സിലായോ? അത് ഞാൻ ഏറ്റച്ചോ. ഓ, അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് കന്യാസ്ത്രീ താണ്ടമ്മ വല്ലതും പറഞ്ഞോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാൻ മറന്നുപോയി അച്ചോ. എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ താണ്ടമ്മേ. അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും വേറെ ഒരു പണിയില്ല. ഇത് അന്വേഷിക്കില്ല പണി. കൂശുമ്പ് തന്നെ കൂശുമ്പ്. ഇത് മാറ്റി ഫിറ്റ് ചെയ്യണമെന്ന് 100 തവണ അച്ഛൻ്റെ അടുത്ത്. കൊള്ളാലോ. എന്ത് കൊള്ളാം? ആ പെണ്ണ്. ആ, ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. എന്റെ ബലമായ വിശ്വാസം എന്നെ കാണാൻ വന്ന ഏതെങ്കിലും ഫാൻ ആയിരിക്കുന്നതാണ്. ഫാൻ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. പോയി അന്വേഷിച്ചിട്ടോ. ചിലപ്പോ എന്റെ ഫാൻ ആയിരിക്കും. അവനാവുമ്പോ ഏത് ലെവലിലോട്ടും താഴാൻ പറ്റും. നമുക്കത് പറ്റുമോ? ശരിയാ. 10 to 11 ആണ് ടൈം. അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ വരിക. ഫാദർ പൊയ്ക്കോളാൻ പറഞ്ഞു. പറഞ്ഞില്ല. അപ്പോഴേ കുട്ടി, അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ, കൊരങ്ങ ഇവിടെ വാടാ. എന്താടോ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി? ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു വന്നതാ. അല്ല, ഈ ഗൾഫിലൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അച്ചോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ആകപ്പാടൊരു വിഷമം. ആ കാര്യം ഓർക്കുമ്പോ എനിക്കുണ്ട് ഒരു വിഷമം. ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തെറിക്കാൻ. തന്നെ എന്തിനാടോ വീണ് കെട്ടിയെടുത്തേ? അല്ല, ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാമെന്ന് വിചാരിച്ചു വന്നതാ. അതിനിത് പത്രാഫീസല്ല. ശരി അച്ഛോ. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ലച്ചോ.
തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ. അയ്യോ, സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമൊഴി കേഴുകയാണ്. ഒന്ന് നിർത്തണം. ഒരുമാതിരി കഴുത കരയുന്ന മാതിരി. അളിയ എല്ലാ ഡീറ്റെയിൽസും കിട്ടി. സന്ധ്യ ചെറിയാൻ, വസന്തം, 12/900 ബീച്ച് റോഡ്, ഫോർട്ട് കൊച്ചിൻ. ഫോൺ നമ്പർ 24007. 007 ഇതെന്താടാ ജെയിംസ് ബോണ്ടിന്റെ നമ്പറോ? നമ്പർ കേട്ടിടത്തോളം ഇതൊരു വലിയ പണക്കാരന്റെ മോളാവാൻ സാധ്യതയുണ്ട്. ആ ശരിയാ, വല്ല തല്ലിപ്പൊളികളുടെ മകളായിരിക്കും. നീ അഡ്രസ് ഫോൺ നമ്പർ നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഫോണൊന്നും ചെയ്ത് വെറുതെ നാറരുത്. വസന്തമാണ് അളിയ. സന്ധ്യക്കെന്തിനു സിന്ദൂരം. ഇതെവിടെയാടാ ഫോൺ ചെയ്യാൻ പോണത്? നമുക്ക് ആ പനമ്പള്ളി നഗറിൽ ഒരു വികലാംഗന ഇരിക്കുന്ന ബൂത്തില്ലേ, അവിടെ പോവാം. വേണോടാ? വേണം. ഓ, എന്താണ് ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഹലോ, സന്ധ്യയല്ലേ? അതെ, ആരാ? മായ. മായോ? ആ, മായ ആർമേനോൻ. പ്രീഡിക്കയ്ക്ക് നമ്മൾ ഒന്നിച്ച് പഠിച്ചതാ. ഞാൻ ഓർക്കുന്നില്ലല്ലോ. നിനക്ക് ഓർമ്മയുണ്ടാവില്ല. എന്റെ ഐസ്ക്രീം നീ കൊറേ തിന്നിട്ടുണ്ട്. ചേടാ, ഇപ്പോഴും ഓർക്കുന്നില്ലേ? എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ മറന്നാലോ? നിന്റെ AC ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ചേർന്ന് ഉറങ്ങിയിട്ടുണ്ട്. സോറി, കുട്ടിക്ക് ആള് തെറ്റിയതാ. ആ സന്ധ്യ ഞാനല്ല. ഓ, ആ സന്ധ്യ തന്നെയാണ് ഈ സന്ധ്യ. സൗണ്ട് മാറിപ്പോയടാ. നീ മിണ്ടാതിരി. സോറി, സൗണ്ട് മാറിപ്പോയി. നിങ്ങൾ ആരാ? ഐ എം സദ്ദാം ഹുസൈൻ. യു സ്റ്റുപ്പിഡ്.